ഹലോ ഫ്രണ്ട്സ്, മിക്കു റോക്ക് ഡേയ്സ് വ്ലോഗറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് പോകുന്നത് എവിടെ നിന്നാണ്? നമ്മളിപ്പോ പോകുന്നത് ജോധ്പൂർ എയർപോർട്ടിൽ ട്രിവാൻഡ്രം എയർപോർട്ടിൽ. ജോധ്പൂരിന്ന് ട്രിവാൻഡ്രത്തോട്ട്. എങ്ങോട്ടാ കണക്ഷൻ ടു ഹൈദരാബാദ്, ദെൻ ടു ട്രിവാൻഡ്രം. ഓക്കെ. അപ്പോൾ ഇതാ നമ്മൾ രണ്ട് ഫ്രണ്ട്സ് എന്താ റെഡി ആയിട്ടുണ്ട്. ട്രോളിയിൽ സാധനങ്ങളെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ അങ്ങോട്ട് പോകും. ഒരു ലോഡ് സാധനങ്ങളുണ്ട്, പക്ഷേ ഇത് ഫുള്ള് ലഗേജാണ്. ഓക്കെ, അങ്ങനെ നമ്മുടെ ജോധ്പൂർ എയർപോർട്ട് എത്തിയിട്ടുണ്ട്. നമുക്ക് നേരെ ഇനി അകത്തോട്ട് പോകാം. സെക്യൂരിറ്റി ചെക്കിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ടിക്കറ്റ് സംഭവങ്ങളൊക്കെ കാണിച്ചിട്ടാണ് നേരെ അകത്തോട്ട് പോകുന്നത്. ചെറിയ എയർപോർട്ടാണ് കേട്ടോ. നമ്മൾ ജയ്പൂർ എയർപോർട്ടിലാണ് അവിടെ നിന്ന് വന്നപ്പോഴേക്കും വന്നത്. ഇപ്പോൾ നമ്മൾ ജോധ്പൂരിൽ നിന്നാണ് തിരിച്ച് പോകുന്നത്. ജോധ്പൂർ എയർപോർട്ട് നമ്മുടെ ട്രിവാൻഡ്രം ഡൊമസ്റ്റിക് എയർപോർട്ട് പോലെ ഉണ്ട് ഗൈസ്. അതിനെ കാട്ടി ചെറുതാണ് എന്നുണ്ടെങ്കിലും അത്യാവശ്യം നീറ്റ്നെസ് ഉണ്ട്. നമ്മൾ അകത്ത് കയറിയ നല്ല രീതിയിൽ ടൈറ്റായിട്ടുള്ള സെക്യൂരിറ്റി ചെക്കിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ബോർഡിംഗ് പാസ് എടുത്തതിന് ശേഷം നേരെ അപ്പുറത്ത് റെസ്റ്റ് എടുക്കുക. സമയം ഇനിയും ഇഷ്ടം പോലെ ഉണ്ട്. കാലം ഇങ്ങോട്ടോക്കും, കാപ്പി ഇങ്ങോട്ടോക്കും. അപ്പോൾ നമ്മൾ നേരെ ഇതിനടുത്ത ഹൈദരാബാദിലോട്ട് പോവുകയാണ് ഗൈസ്. आपके सामने वाली कुर्सी की पॉकेट में उपलब्ध। അപ്പോൾ നമ്മളിപ്പോൾ ഹൈദരാബാദ് എയർപോർട്ട് എത്തിയിട്ടുണ്ട്. ഹൈദരാബാദ് എയർപോർട്ടിൽ നിന്ന് അടുത്ത നമ്മൾ നേരെ ട്രിവാൻഡ്രത്തോട്ട് പോവുകയാണ്. കണക്ഷൻ ഫ്ലൈറ്റാണ്. വേറൊരു ഫ്ലൈറ്റിൽ കയറിയിട്ട് വേണം പോകേണ്ടത്. സെയിം സർവീസ്, ഇൻഡിഗോ. ഓക്കെ, എൻ്റെ പൊന്നോ സുഖമുണ്ട് കേട്ടാ. ഓൾറെഡി ഗ്രൂപ്പ് എല്ലാം സ്റ്റാർട്ട് പണിയാச்சு. പൈസ നോക്കിയില്ല. ഇത്ര ചോദിക്കുന്ന നമ്മൾ ഓടുന്നുണ്ടാകുന്നുണ്ട്. ഓടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കണക്ഷൻ ഫ്ലൈറ്റ് ഹൈദരാബാദ് ടു ട്രിവാൻഡ്രം ഗേറ്റ് നമ്പർ 7 ആണ്. അപ്പോൾ നമ്മുടെ ഗേറ്റ് ഈ ഒരു സൈഡിലോട്ടോ 1 to 22 124 ഗേറ്റ് വരെ ഉണ്ടെന്നാണ് പറഞ്ഞത്. 4 to 8. നമുക്ക് നമ്മുടെ ഗേറ്റ് ആദ്യം നോക്കിയിട്ട് കൺഫേം ചെയ്തിട്ട് പോവാം. കൊള്ളാം കേട്ടോ. ഫ്ലേവേഴ്സ് ഓഫ് ഹൈദരാബാദ്. നല്ല രീതിയിൽ ആ ഒരു ഹോട്ടൽ നോക്കി സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ ഇഷ്ടംപോലെ പേര് ഇവിടെ നിന്ന് ഫുഡ് കഴിക്കുന്നുണ്ട്. ഹൈദരാബാദ് ബിരിയാണിയൊക്കെ ഇവിടുത്തെ സ്പെഷ്യലാണ്. ഗേറ്റ് നമ്പർ 6, ഗേറ്റ് നമ്പർ 7. നമ്പർ 7 എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് വന്നായിരുന്നു. പക്ഷേ ആക്ച്വലി ഗേറ്റ് നമ്പർ 4 തന്നെയെന്ന് കൺഫേം ആയിട്ടുണ്ട്. ഫൈറ്റ് റാഫി, എന്താ നമ്മളിന്ന് കഴിക്കാൻ? എന്താ ഹൈദരാബാദ് ബിരിയാണി കഴിക്കാന്നാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇവിടുത്തെ ശാലു ഇവിടെ നിന്ന് മതിയാ? ശാലു ഇവിടെ നിന്ന് മതി, നോക്കാം. ഓക്കെ, ശാലു ഇവിടെ നിന്ന് മതി എന്നാണ് പറയുന്നത്. ഹൈദരാബാദ് ബിരിയാണി
അമേരിക്കൻ ക്ലാസിക് സിംഗർ ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ചു. അമേരിക്കൻ ക്ലാസിക് സിംഗർ 470 280 അയച്ചിട്ടുണ്ട്. ഓഫറായിട്ട് കൂട്ടിയത്. ഓക്കെ, അൺബോക്സ് ചെയ്യട്ടെ. എല്ലാവരും ഓരോ കടി വീതം കടിയേ. റാപ്പി എടുത്തൊരു കടിയുണ്ട്. എല്ലാവരും ഒരുമിച്ച് കടിക്കും. ഡ്രൈ സാധനം ഇല്ലടാ, എടുക്കാൻ പറ്റില്ല അല്ലേ റാപ്പി. ഡ്രൈ നിന്നെ അപ്പോൾ നമ്മൾ ഫൈനലി ഹൈദരാബാദ് ടു ട്രിവാൻഡ്രം പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഫ്ലൈറ്റ് ഒരു 15 മിനിറ്റ് ലേറ്റാണ് കേട്ടോ. ഇത് കുറേ ദൂരം ഉണ്ടല്ലോ നടക്കാൻ വേണ്ടി. നടന്ന് പരുവായി. ഇപ്പോഴേ 15 മിനിറ്റോളം ലേറ്റാണ്. ഡൽഹിയിൽ നിന്നൂടെ